കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ഈ മാസം 27-ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം സംസ്ഥാനത്ത് ചേരും. ഗുരുവായൂർ, പട്ടാമ്പി സീറ്റുകളും കളമശ്ശേരി, കൊച്ചി സീറ്റുകളും ലീഗുമായി വച്ചുമാറാനാണ് കോൺഗ്രസിന്റെ നിലപാട്. വല്യേട്ടൻ മനോഭാവമില്ലെങ്കിലും ചില സീറ്റുകൾ ഘടകകക്ഷിയിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന സൂചന നൽകി KC വേണുഗോപാൽ. അതേസമയം കോൺഗ്രസ് നിർണായക യോഗത്തിൽ ശശി തരൂർ MP വിട്ടുനിൽക്കും. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് KPCC നേതാക്കൾ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വസതിയിൽ നിർണായക ചർച്ച നടത്തി. ചർച്ചയിൽ ഗുരുവായൂർ, പട്ടാമ്പി സീറ്റുകളും കളമശ്ശേരി, കൊച്ചി സീറ്റുകളും ലീഗുമായി വെച്ചുമാറാൻ ധാരണയായി. ഗുരുവായൂരിൽ TN പ്രതാപനും കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസും സ്ഥാനാർത്ഥികളായേക്കും. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ഒരുക്കങ്ങൾക്കായി ഈ മാസം 27-ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് കേരളത്തിലെ പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നതാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് ഏറ്റവും യോജിച്ച തീരുമാനങ്ങളുണ്ടാകും. അതിനുള്ള നിർദ്ദേശങ്ങൾ AICCയിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. K. ബാബു ഒഴികെ മറ്റെല്ലാ സിറ്റിംഗ് MLAമാരും മത്സരിക്കാനും ധാരണയായി. അതേസമയം വല്യേട്ടൻ മനോഭാവമില്ലെങ്കിലും ഘടകകക്ഷികളുടെ ചില സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന സൂചനയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നൽകുന്നത്. ഞങ്ങൾ നേരത്തെ പറയാറുണ്ട്, കോൺഗ്രസിന് അങ്ങനെ വല്യേട്ടൻ മനോഭാവം, എല്ലാ സീറ്റുകളും പിടിച്ചെടുക്കുന്ന മനോഭാവം. പക്ഷേ ന്യായമായത് എല്ലാവർക്കും കൊടുക്കുക, ന്യായമായത് കോൺഗ്രസ് കൊടുക്കുക. പാലക്കാട് സീറ്റിന്റെ കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതര ലൈംഗിക പരാതികളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായ പശ്ചാത്തലത്തിലാണ് വിശദ ചർച്ച. അതിനിടെ അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ MP യോഗത്തിൽ വിട്ടുനിന്നതിനെ ന്യായീകരിച്ചാണ് നേതാക്കൾ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന സാഹചര്യത്തിലാണ് സ്ഥലം MP-യായ ശശി തരൂർ യോഗത്തിൽ പങ്കെടുക്കാഞ്ഞത് എന്നാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. കൈരളി ന്യൂസ്, ദില്ലി.